ആദി, എന്താ മുത്തശ്ശി? എന്താ? ഞാനൊരു തീരുമാനം അറിയിക്കാൻ വന്നതാ. എന്ത്? എത്രയും പെട്ടെന്ന് നീ ഡൽഹിക്ക് പോകുന്നു. മുത്തശ്ശി, അത് കാര്യങ്ങളൊക്കെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാരും വെറുപ്പിച്ചുകൊണ്ട് എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. മുത്തശ്ശി, തന്നെയല്ല, ഇവര് പറയുന്നതിലും കാര്യമുണ്ട്. മുത്തശ്ശി സ്വപ്ന ലോകത്തിലാ ജീവിക്കുന്നത്, ഇവരൊക്കെ യാഥാർത്ഥ്യ ബോധത്തിലും. നീ പോണം, പോയേ പറ്റൂ. അല്ല മുത്തശ്ശി, ഞാൻ മുത്തശ്ശി മാറി നിൽക്കും അങ്ങോട്ട്. അയാള് ഭ്രാന്ത് ആസ്വദിച്ചു തുടങ്ങി. ഇനി എന്തും സംഭവിക്കാം. കൊല്ല ചെയ്യാം. അയാൾ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ദൈവത്തിന് പോലും പ്രവചിക്കാനാവില്ല. അറിഞ്ഞുകൊണ്ട് നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ കൺമുന്നിൽ നീ അസ്തമിക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. തീരുമാനം എന്റേത് മാത്രമായിരിക്കും. ആദിക്കുട്ട, അയ്യേ, എന്റെ കുട്ടി കരയാ. കരയില്ലടാ മോനെ. നിനക്കിപ്പോ എന്താ വേണ്ടത്? പൂജ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അല്ലേ? ഞാനാ നിന്നെ പറഞ്ഞു വിടുന്നെന്ന് ആരും അറിയണ്ട. നീ പൊയ്ക്കോ, പോയി അവളെ എവിടെയുണ്ടെന്ന് അന്വേഷിക്കേ. അല്ല, ദത്തേടൻ ചോദിച്ചാ ഞാൻ എന്തെങ്കിലും കളവ് പറഞ്ഞു നിന്നോളാം. പൊയ്ക്കോ, പൊയ്ക്കോ. എഴുന്നേക്ക്, വാ, എഴുന്നേക്ക്. കരയാതെ. ആരെങ്കിലും കാണുന്നതിന് പോകാൻ നോക്ക്. വാ വാ, പൊക്കോ, പോ, പോടാ. വാ, മിണ്ടരുത്, വാ. പൊക്കോ, ശരി, പൊക്കോ.